Welcome to Tasty Buds. അപ്പോൾ നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് ഓയിലാണ് ഒഴിച്ചു സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി നീളത്തിലരിയണമെങ്കിൽ നീളത്തിലരിയാം. ഞാൻ ചെറുതാക്കി നുറുക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നുറുക്കി അരിഞ്ഞ സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പെട്ടെന്ന് സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഈ സവാള ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഒന്ന് വാടി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഞാൻ നമ്മുടെ നാടൻ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 5 പച്ചമുളക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് നന്നായി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ചും കൂടി അതിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ടൊമാറ്റോസാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ചെറുതാക്കി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞാലും മതി, വല്ലാതെ ചെറുതാക്കണമെന്നില്ല. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ഇരുന്നിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. കാരണം നമുക്ക് ഇനി അധികം വഴറ്റേണ്ട കാര്യമില്ല. അത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കും. കാരണം മുളക് ഓൾറെഡി ഇതിലുണ്ട്. അത് കാരണമാണ് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ അതിൻ്റെ മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്, അല്ലെങ്കിൽ എഗ്ഗ് കറിയാണ് ഇത്. അപ്പം ഇനി ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വാടി വരട്ടെ. അപ്പോൾ അത് വാടി വന്നതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. പുളി ഇതിൽ ആവശ്യത്തിനുണ്ട്, കാരണം ഞാൻ നല്ലോണം ഒരു 4 തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം പുളി ആവശ്യത്തിനുണ്ടാവും. എന്തായാലും നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കാരണം നമ്മൾ മുട്ടയും കൂടി ചേർക്കുമ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടി കുറച്ച് വരണം. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് കുറവേ ഉള്ളൂ. അതിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായി തണുത്ത് വരണം. കൂൾ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തണുത്ത് വരട്ടെ. കണ്ടോ, ഇപ്പോൾ നന്നായി ആവി വറക്കുന്നുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ്, അതായത് തിളപ്പിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ പറ്റും തണുത്ത വെള്ളത്തിൽ ഇട്ടാൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വരട്ടിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഈ മിക്സ്ചറിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ മസാല മിക്സ് ഞാൻ എൻ്റെ ബ്ലെൻഡറിൽ വെച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സി ആണെങ്കിൽ മിക്സി യൂസ് ചെയ്യാം, ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാം. അപ്പോൾ അത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലായി വന്നാൽ മതി. അപ്പോൾ അത് നമുക്ക് ഫ്രൈ പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കി അതേ സെയിം ഫ്രൈ പാൻ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരച്ച മിക്സ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി, ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരിത്തിരി വെള്ളം കൂടി ഇതിലാക്കിയതിന് ശേഷം, നമ്മുടെ ഈ ബ്ലെൻഡറിൽ ആക്കിയതിന് ശേഷം ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇത് കഴുകിയ വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഇതാണ് വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് ഇനി ഒന്ന് ഇതിലിരുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നോട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പുണ്ടാകുമെന്ന് നോക്കാം. കാരണം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തതാണല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഈ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടിച്ച കുരുമുളക്. നിങ്ങളടുത്ത് പൊടിക്കാത്തത് ഉള്ളതെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ ഗ്രൈൻഡ് ആയിരിക്കണം.
അപ്പോൾ അതും കൂടി ഒന്ന് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് അത്ര അധികം ഇല്ല. ഇനി അത് എരിവ് അധികം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിള വന്നു. ഞാൻ കുരുമുളകും കൂടി ഒന്ന് അതിൽ പിടിച്ചോട്ടെ. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് കുരുമുളകൊക്കെ ഇതിൽ ചേർത്ത് ഒക്കെ ശരിക്കും ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 100 ml കുക്കിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കത് കുക്കിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 100 ml കുക്കിംഗ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം കുട്ടികൾക്കൊക്കെ എരിവ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാം. കുക്കിംഗ് ക്രീം ആകുമ്പോൾ കുറച്ചും കൂടി ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായ കാരണം അത് ആഡ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ആണെങ്കിൽ അതും നല്ലതാണ്. അപ്പം ഇനി നമുക്ക് ഇതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ എരിവും ഒക്കെ പാകമായിട്ടുണ്ട്. വല്ലാതെ എരിവുമില്ല, എന്നാൽ വല്ലാതെ അതിന് കുറവുമില്ല. അപ്പോൾ ഇതൊന്ന് കണ്ടോ ആവി വരുന്നുണ്ടോ. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റവ് ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഞാനത് ഹാഫായിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി ഫുള്ളായിട്ടാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി അതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് എഗ്ഗിൽ പുരണ്ട് നിൽക്കട്ടെ. ഞാൻ കുറച്ച് എഗ്ഗ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാടൻ മുട്ടയാണ്. കാരണം നല്ല മസാല അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എഗ്ഗ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി 8 എണ്ണം വേണമെങ്കിൽ 8 എണ്ണം എടുക്കാം. അനുസരിച്ച് നിങ്ങൾ മസാല കൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി അത് അതിലിരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ഇതാവട്ടെ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ കുറച്ചേരം മൂടി വെച്ചിരുന്നു. ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്ത് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ മുട്ട ചേർത്തതിന് ശേഷം പിന്നെ അധികം ഇളക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ മസാല അരച്ചെടുക്കുന്ന സമയം, അതുപോലെ അത് ചൂടാറുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കറിവേപ്പില ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്ത കാരണമാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തത്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തത്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, മല്ലിയില ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.